ഹായ് ഹലോ, ഇന്ന് തിങ്കളാഴ്ച ദിവസം നമ്മൾ ഡിസ്ചാർജ് ആവുന്ന സമയമാണ് കേട്ടോ. കഴിഞ്ഞ 2 ദിവസത്തെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ഭയങ്കര ഹാപ്പി എന്നല്ല, നമുക്കൊരു സമാധാനമുണ്ട് കേട്ടോ ഇന്ന്. കാരണം വന്ന സമയത്ത് നമ്മൾ അഡ്മിറ്റ് ആയ സമയത്ത് നമുക്കുണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക, ഒരു ഡിസപ്പോയിൻമെൻറ്റും അല്ലെങ്കിൽ എന്താകും എന്താ എന്നുള്ളതൊന്നും അറിയാത്തതിൻ്റെ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ ആവും എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ശരിക്കും ഒരു റിലാക്സ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ശരിക്കും നമ്മൾ റിലാക്സ് ആണ്, എല്ലാം കഴിഞ്ഞ് നമ്മളിതാ ഡിസ്ചാർജ് ആയിട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഹോസ്പിറ്റലിൽ നമ്മൾ വിടുന്നത്. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു എന്താ പറയുക, നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു സന്തോഷം കൊണ്ട് കാണുന്ന എല്ലാം നമുക്കൊരു ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ തന്നെ നമ്മളിതാ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു 12 മണി ആയില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ബേക്കറിയിൽ കയറി. നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ഇത് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ബേക്കറിയാണ്. അവിടെ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം വയറ് നിറച്ച് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു. ഞാൻ കഴിച്ചത് ഒരു ഷാർജ ഷേക്ക് കുടിച്ചു, പിന്നെ ലൈം കുടിച്ചു, പപ്സ് തന്നു, പിന്നെ അട വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്തിരുന്നു. ഇത്രയും ദിവസത്തെ ആ ഒരു ടെൻഷനൊക്കെ എനിക്ക് തോന്നുന്നു ഇത് കുടിക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് ഇങ്ങനെ പോകുന്ന പോലെ ഒരു ടെൻഷനൊക്കെ അങ്ങനെ മാറിപ്പോകുന്ന പോലത്തെ ഒക്കെ തോന്നലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ കോളേജിലെ നമ്മുടെ ദിവസങ്ങൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കില്ല. ആ സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കൊണ്ട് നമുക്ക് അവിടുന്ന് പുറത്ത് ചാടിയാൽ മതിയെന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ എൻ്റെ എന്താ പറയുക, ഈ ടാസ്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഡിസ്ചാർജ് വാങ്ങിച്ച് പോകണം. നമ്മൾ KSRTC നമ്മുടെ പ്രിയദർശിനിയിലാണ്, സൗജന്യ യാത്രയാണ് കേട്ടോ. അതിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. സൗജന്യ യാത്ര തുടങ്ങിയിട്ട് ഇത്ര ദിവസമായിട്ട് നമുക്കിപ്പോഴാണ് ഇതിലേക്ക് കയറാൻ പറ്റിയത്. അപ്പോൾ വളരെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് നമ്മളിതാ വീട്ടിലേക്ക് പോവുകയാണ്. ഭയങ്കര ഫ്രീ ആയിരുന്നു, മൈൻഡ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫ്രീ ആയിട്ട് ഇതുവരെ ആരെങ്കിലും പ്രിയദർശിനിയിൽ കയറാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മൾ കോട്ടയം KSRTC സ്റ്റാൻഡിൽ നിന്നാണ് കയറിയത്. നമുക്ക് ഫ്രീ ആയിട്ടുള്ള ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ് എടുത്ത് തന്നെ വേണം നമ്മൾ യാത്ര ചെയ്യാൻ, പൈസ കൊടുക്കേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.